Hi friends, good morning. It's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. As usual, my slogan or our slogan is be positive always. Be positive. നമ്മൾ പോസിറ്റീവ് ആകുമ്പം നമ്മുടെ പോസിറ്റീവ് വൈബ് അങ്ങ് ചാർജ് ആകും. അപ്പോൾ ഒരുമാതിരി രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മളെ മതിക്കത്തില്ല. ഇതൊക്കെ നമ്മളെപ്പോഴും പറയുന്നത്. ഇറ്റ് ഇസ് മൈ സ്ലോഗൻ, ഇറ്റ്സ് മൈ ആറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ പ്രോസ്പെരിറ്റി, സക്സസ്, എവറിത്തിങ്. ഞാൻ ആരെയും കുറ്റം പറയാറില്ല, മറ്റുള്ളവരെ വിധിക്കാറില്ല, ശിക്ഷിക്കാറില്ല. ഇനി എന്നെ കുറ്റം പറഞ്ഞാലും വിധിച്ചാലും ഞാൻ ചിരിച്ചത് പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യത്തിൽ പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, അത് അക്സെപ്റ്റ് ചെയ്യും. അതാണ് രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുമാതിരി അസുഖങ്ങളോ പ്രഷറോ ഒന്നും നമ്മളെ ബാധിക്കാറില്ല. അപ്പോൾ എഫക്റ്റീവ്ലി ലിവിങ്, പോസിറ്റീവ് ലിവിങ്, ഹാപ്പിലി ലിവിങ്. പിന്നെ ഞാൻ ഡയബറ്റിക്കായിട്ട് 34 വർഷമാകുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവന്തോ ഒരിക്കലും ഒരു ഘട്ടത്തിൽ ഇൻസുലിനൊക്കെ വന്ന ഒരു 10 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞാൽ എക്സസൈസൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം ടാബ്ലറ്റ് മാത്രം, ചെറിയ ടാബ്ലറ്റാണ്. അതിന് ദിവസം ഒരു ഡോക്ടർ ഇതേ കഴിക്കുന്നുള്ളതെന്ന് ചോദിച്ചു. കാരണം അത്രയും ചുമ്മാ ഒരു പേരിന് മാത്രം. സിലാക്കാർ 5 എന്ന് പറഞ്ഞ് പ്രഷറിന് ഗുളികയും കഴിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് എൻ്റെ ഹാബിച്വലായിട്ടുള്ള മെഡിസിൻ ടേക്കിങ്. എന്നാൽ സംഭവം എന്താണെന്നറിയാം, അടിപൊളിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. നമുക്ക് ആരോഗ്യത്തോടു കൂടി എന്തും കഴിക്കാവുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഞാൻ കഴിക്കാറില്ല. നിങ്ങൾക്കറിയാം, നല്ല ഡയറ്റ് കൺട്രോളിലാണ് പോകുന്നത്. രാവിലെ 2 ചപ്പാത്തി, വൈകിട്ട് 1 ചപ്പാത്തി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്ഭുതമാണ്, ഒരു ചപ്പാത്തി എഴുപനെങ്ങനെ ജീവിക്കുന്നത്. അതാണ്. പക്ഷേ ലൈഫ് കളർഫുള്ളാണ്, ക്ഷീണമില്ല. അത്യാവശ്യം തടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. തടി കൂടുക. അപ്പോൾ ഈ തടിയും വലിച്ചു വാരി തിന്നുന്നതായിട്ട് ഒരു ബന്ധമില്ലെന്ന് മനസ്സിലായി. നമ്മുടെ മനസ്സും ശരീരവും സന്തോഷവും നമുക്ക് നമ്മുടെ മസിലുകൾക്ക് പവറും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കുടിച്ചാലും തടി വെക്കും. ഓക്കെ, എനിഹോ നമുക്ക് വേറെ വളരെ ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തരും. നമ്മൾ വലിയ വലിയ പാർട്ടിക്ക് പോകുമ്പോൾ സ്റ്റാർട്ടപ്പ് തരികയല്ലേ, എന്താ ഫ്രൈഡ് ഐറ്റംസൊക്കെ വെക്കും. നമ്മളതൊക്കെ ഒന്ന് കഴിച്ച് അല്പം ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പം നമുക്കൊരു എനർജി ഉണ്ടാകും, ഭക്ഷണം കഴിക്കാനുള്ളൊരു വൈബ് വരും, ഒരു മോഹം വരും എന്ന് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഈ സിമ്പിൾ സില്ലി ടോക്കൊക്കെ തരുന്നത്. പക്ഷെ ആ സിമ്പിൾ സില്ലി ടോക്ക് ചെറിയ കാര്യമല്ല, അത് വലിയ വലിയ കാര്യങ്ങളായി പറയുന്നത്. ശ്രദ്ധിച്ചുകൊള്ളുക. എനിഹൗ ഞാൻ ഓർക്കുകയാണേ, ഇന്നിപ്പോൾ അമേരിക്കയിൽ 7.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ പോകുന്നെന്ന് പറയുന്നു. അതാരാ പറയുന്നത്? ട്രംപാണ് പറയുന്നത്. കാര്യം എന്താ? അമേരിക്കൻ ഖജനാവ് കാലിയായിട്ടോ അവരുടെ സാമ്പത്തിക സമൃദ്ധി ഇല്ലാതായിട്ടോ അല്ല, പക്ഷേ അവിടുത്തെ ഡെമോക്രാറ്റുകളും ആയിട്ടുള്ള മത്സരം, പരസ്പരം ബില്ല് പാസ്സാക്കി കൊടുക്കാതെ, അത് ആ ഡെമോക്രസിയുടെ സ്ട്രെങ്താണ് കാണിക്കുന്നത്. ഇന്ത്യയിലാണല്ലോ അന്നേരം അവർ സാക്ക് ചെയ്യും, ചാക്കിലാക്കുമല്ലേ കാശ് കൊടുത്ത്. ഒരു MP 40 കോടി, ഇന്ത്യയിൽ 55 കോടി, ഫ്രാൻസിൽ എന്നൊക്കെ പറഞ്ഞ് വീഴിക്കുക. അവിടെ അതല്ല, അവർ ഡിസിപ്ലിൻ ജെൻറ്റിൽമെനാണ് പൊളിറ്റീഷ്യൻസ്. അപ്പോൾ അവിടെ ബില്ല് പാസ്സാകാത്തതുകൊണ്ട് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതാണ് കാര്യം. ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു മഹാനുഭാവം ഉണ്ടായിരുന്നു. പണ്ട് ലോകരാജ്യം മുഴുവൻ റെസിഷൻ വന്നൊരു കാലം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് ആ കാലത്തെ ഞാൻ ക്ഷണിക്കുക. അന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് നിന്നിരുന്നെങ്കിൽ അന്നാണ് ശരിക്കും ഇന്ത്യയെപ്പറ്റി ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യ ഒരു ഡെവലപ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് കൺട്രിയാണെന്ന് പറയാൻ തുടങ്ങി. അതിന് മുമ്പൊക്കെ പാമ്പും പഴുതാരെ ആരാധിക്കുന്ന എന്തോ വികൃതി കൂട്ടങ്ങളാണ് നമ്മളെന്നാണ് പറഞ്ഞു നടന്നത്. എന്തോ ആദിവാസി ഗ്രൂപ്പാണ് ഇന്ത്യയിൽ. അന്ന് നേരിട്ട് പറഞ്ഞ സാഹിബിനെ വരെ എനിക്കറിയാം. ഒത്തിരി ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ കാണുന്നത്, അവർ ബോംബെയിലോ ഡൽഹിയിലോ ഒന്നിറങ്ങിയിട്ട് രാജസ്ഥാനിൽ പോവും. അങ്ങനെയൊക്കെ കറങ്ങുമ്പോൾ അവർ കാണുന്നത് പാമ്പ് വേലായുധന്മാരെയൊക്കെയാണ്. അല്ലെങ്കിൽ അത് കാണുമ്പോൾ അവരുടെ വിചാരം ഓൾ ഇന്ത്യ ഈസ് സച്ച് എ കൺട്രി. പക്ഷേ
ഈ റെസിഷൻ വന്നപ്പം ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടിത്തരിച്ച് നിന്നപ്പോഴാണ് ഇന്ത്യ മാത്രമാണ്. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം നോട്ട് ഓൺലി എ പ്രൈം മിനിസ്റ്റർ, ഈസ് വൺ ഓഫ് ദി എമിനൻറ്റ് ഫിനാൻഷ്യലിസ്റ്റ് ഓൾസോ. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD എടുത്തിട്ടുള്ള ആളാണ്, റിസർച്ച് മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലും കഴിവുമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു. അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി എല്ലാ രാജ്യങ്ങളും, ഓൾ ദി ഡെവലപ്ഡ് നേഷൻസ് ആർ സഫറിങ് എ ലോട്ട് ഇൻ ദാറ്റ് ടൈം. ആ സമയത്താണ് ഇന്ത്യ തലയുയർത്തി പിടിച്ചത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അത് നമ്മൾ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്നും എത്ര തച്ചുടച്ചാലും ഇന്ത്യയുടെ ആ കെട്ടുറപ്പ് തകർക്കാൻ പറ്റുകയില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഉപഭൂഖണ്ഡമാണ്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കാർഷിക രംഗമുണ്ട്, വ്യാവസായിക രംഗമുണ്ട്, ഇൻ്റലക്ച്വൽ യങ് യൂത്തുണ്ട്, കരുത്തന്മാരായ യൂത്തുണ്ട്, എഡ്യൂക്കേറ്റഡ് യങ് അങ്ങനെയുള്ളവരുണ്ട്. എവറിത്തിങ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് വായിച്ചത്, ഇന്ത്യയിൽ കുറവ് വന്നിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്നൊരു മാറ്റമാണ്. നമ്മളെപ്പം വേഗം അത് ഏതൊരു ഉൽപ്പതിഷ്ണുക്കളും ആഗ്രഹിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ അല്ലേ. ഞാനൊരു ഏണിംഗ് മെമ്പറാണ്. കീപ്പിംഗ് മൈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഇഫക്റ്റീവ്ലി ലിവിങ് ആൻഡ് ഫോർവേഡിങ് ടു ദി വേൾഡ് എന്ന് അവർക്ക് മുമ്പോട്ട് പോകണം ലോകത്ത്. അപ്പോൾ എന്താ അതിന് വേണ്ട എഡ്യൂക്കേഷൻ നമുക്ക് ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, ശാസ്ത്ര സാങ്കേതിക സർവ്വ എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. വണ്ണമങ് ബെസ്റ്റായിട്ടുള്ള പ്രോഡക്ട്സിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ വേണ്ടത്ര ഗവേഷണം, സയൻസ്, ശാസ്ത്രം ഇതൊന്നും വേണ്ടത്ര കൊടുത്തില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം ഒരു ഗവേഷകൻ ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ ചിലപ്പോൾ 20 വർഷമൊക്കെ എടുക്കും. ഈ 20 വർഷം എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ 10 വർഷം, 5 വർഷം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കും ഗവേഷണം. അപ്പോൾ അവർക്കൊക്കെ ആഡിക്കേറ്റ് സാലറിയും ആഡിക്കേറ്റായിട്ടുള്ള വെൽത്തും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്താലേ അവരതൊക്കെ ചെയ്യത്തുള്ളൂ. വിദേശ രാജ്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അമേരിക്ക ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടക്കുന്ന അമേരിക്കയിലൊക്കെയാണ്. ജപ്പാൻകാർ ആ ടെക്നോളജി പർച്ചേസ് ചെയ്ത് ഉണ്ടാക്കും, ചൈനക്കാർ ഇതെല്ലാം അടിച്ചു മാറ്റി ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഗവേഷണം നടത്തി കണ്ടുപിടുത്തം നടന്ന രാജ്യങ്ങൾക്ക് മാത്രം. റഷ്യയുണ്ട്, റഷ്യ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാലേ നമ്മൾ അങ്ങോട്ട് അയക്കുന്നതിന് അമേരിക്ക നികുതി 15-20% ചുമത്തുമ്പോൾ അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ 300 ടൈംസ് ടാക്സ് ആയിരുന്നു. അത് പെട്ടെന്ന് കേട്ടാൽ പോലും ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ല. ആണോ? അത് തെറ്റാന്ന് തോന്നുകയല്ലേ? ഇത് എക്സാക്റ്റ് ഫിഗറല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ന്യായവും നീതി അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ? അപ്പം നമുക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വന്തം കാലം നിൽക്കേണ്ടിയിരിക്കുന്നു. ഗവേഷണങ്ങളും ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിൽ ഞാൻ ഓർക്കുക, നമുക്കൊരു ഹൈസ്പീഡ് എഞ്ചിൻ വേണം റോക്കറ്റിന്. അപ്പോൾ അത് നമുക്ക് തരാൻ ചില രാജ്യങ്ങൾ ശ്രമിച്ചപ്പോൾ അമേരിക്ക അത് വിലക്കി. അവസാനം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരത് തന്നെ കണ്ടുപിടിച്ച് അതുപയോഗിച്ചു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ സ്ലോ ആയിട്ട് പെട്ടെന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ രാജ്യം ഗുഡ് മോർണിംഗ് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഗവേഷണ രംഗത്തും ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെല്ലാം പഠിച്ച് മിടുക്കരാകുന്നു, ഏണിംഗ് മെമ്പറാകുന്നു, എൻജിനീയറാകുന്നു, ശാസ്ത്രജ്ഞ ഡോക്ടറാകുന്നു, വലിയ വലിയ ടെക്നോളജികളാകുന്നു, സിവിൽ സർവീസിലെ ഓഫീസർമാരാകുന്നു, IAS-കാരാകുന്നു. അതെല്ലാം വേണ്ടത് തന്നെ. ദ മെയിൻ ടൈം വി ഡു നീഡ്, നമുക്ക് കൂടുതൽ ശാസ്ത്ര ഗവേഷണങ്ങൾ വേണം, കണ്ടുപിടുത്തങ്ങൾ വേണം, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ. ഇന്നും വിദേശിയുടെ കാറിനെ അതിജീവിക്കാനുള്ള കാറുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഹീന്ദ്രയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ടാറ്റയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ടാറ്റയൊക്കെ വിദേശത്ത് അവരുടെ കാറെല്ലാം മേടിച്ച് അതിൻ്റെ ടെക്നോളജിയൊക്കെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ആക്ച്വലി. അപ്പം നമുക്ക് സ്വന്തം നിലയിൽ ഇവ വികസിപ്പിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അങ്ങനെ വരും. ഇന്ത്യക്കാരും മലയാളികളൊക്കെ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല.
നടക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ആൻഡ് Simon Varghese signing off from It's Me Simon YouTube channel. Okay, thank you.